Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Today we are going to continue our one act play. What is the name of one act play? Yes, Post Early for Christmas. Okay, then take page number 137. 137. അപ്പോൾ മൂന്ന് കസ്റ്റമേഴ്സ് വന്നു. ഫസ്റ്റ് മിസ്സിസ് സ്മിത്ത്, മിസ്സിസ് ജോൺ ആൻഡ് a deaf old gentleman. Then next, he turns to Mrs. Smith and Mrs. Jones. അപ്പോൾ നമ്മുടെ ഓൾഡ് ഡഫ് ജെൻറ്റിൽമാൻ്റെ ആവശ്യം കഴിഞ്ഞു. ദെൻ ഹി ടേൺസ് ടു മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺ. അങ്ങനെ മിസ്സിസ് ജോണിൻ്റെയും മിസ്സിസ് സ്മിത്തിൻ്റെയും അടുത്തേക്ക് നീങ്ങി. Gentleman, a bit nippy, ladies. A bit nippy. Nippy means cold. കുറച്ച് തണുപ്പുണ്ട് അല്ലേ ലേഡീസ്. Then Mrs. Smith, smiling kindly. Yes, isn't it? Yes, isn't it? അതെ. Then assistant, there you are, sir. Gentleman, thank you, miss. He mumbles, the compliments of the season to you. Assistant, I beg your pardon, sir. Then he mumbles. Mumbles means അവൻ എന്ത് ചെയ്തു? അതായത് ചെറിയ ലോ വോയിസിൽ പറയുന്നതിനെയാണ് മംബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആര് കേൾക്കുന്നില്ല? നമ്മുടെ അസിസ്റ്റൻ്റ് കേൾക്കുന്നില്ല. അപ്പോൾ പറയാണ്, I beg your pardon, sir. Gentleman, I thought you were a bit deaf, miss. Good morning. അപ്പോൾ നമ്മുടെ ജെൻറ്റിൽമാൻ പറയുന്നത് ആര് കേട്ടില്ല? അസിസ്റ്റൻ്റ് കേട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, പ്ലീസ് ഒന്നുകൂടെ ഉറക്കെ പറയും, ക്ഷമിക്കും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജെൻറ്റിൽമാൻ പറയാണ്, ഐ തോട്ട്, എനിക്ക് തോന്നുന്നത്, യു ആർ ബിറ്റ് ഡഫ്, നിങ്ങൾക്ക് കുറച്ച് ചെവി കേൾക്കില്ല അല്ലേ മിസ്. ഗുഡ് മോർണിംഗ്. അസിസ്റ്റൻറ്റ്, ഹീ സേസ് ഐ ആം ഡഫ്. വെൽ, ഐ ലൈക്ക് ദാറ്റ്. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയണേ, ഹീ സേസ്, അയാൾ പറയുന്നത് എന്താണ്? ഐ ആം ഡഫ്, എനിക്ക് ചെവി കേൾക്കില്ല എന്നല്ലേ. വെൽ, നല്ലത്. ഐ ലൈക്ക് ദാറ്റ്, എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദ ഡഫ് ഓൾഡ് ജെൻറ്റിൽമാൻ സ്റ്റേസ് കൗണ്ടിങ് ഹിസ് മണി. ദ ഫ്യൂസി ഓൾഡ് ലേഡി എൻറ്റേഴ്സ് ക്വിക്ക്ലി. അങ്ങനെ നമ്മുടെ ജെൻറ്റിൽമാൻ പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ടൈം ദ ഫുസി ഓൾഡ് ലേഡി എൻറ്റേഴ്സ് ക്വിക്ക്ലി. ഒരു ഓൾഡ് ലേഡി എന്ത് ചെയ്തു? എൻറ്റർ ചെയ്തു. ഓൾഡ് ലേഡി, എക്സ്ക്യൂസ് മീ മൈ ഡിയർ യങ് ലേഡി, ബട്ട് ഐ നീഡ് അഡ്വൈസ്. എക്സ്ക്യൂസ് മീ മൈ ഡിയർ യങ് ലേഡി, ബട്ട് ഐ നീഡ് അഡ്വൈസ്. എനിക്ക് ഒരു ഉപദേശമാണ് വേണ്ടത്. Then assistant, certainly, sure, madam, what is the trouble? What is the trouble? What is the problem? Please tell me, what is the problem? Old lady, well, it's about my cat. The problem is about my cat. പ്രശ്നം എന്താണ്? എൻ്റെ കാറ്റിനെ കുറിച്ചാണ്. Tiddles. I really don't know what to make of her. I really don't know what to make of her. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് I don't know. ഷീ യൂസ്ഡ് ടു സച്ച് എ ബിഗ് ഈറ്റർ. അവൾ എപ്പോഴും എന്താണ്? വളരെയധികം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ആര്? എൻ്റെ ക്യാറ്റ്. ബട്ട് ലൈറ്റ്ലി ഷീ ഹാസ് ഗോൺ ഓഫ് ഹെർ ഫുഡ്. ഇപ്പോൾ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷീ ഹാസ് സ്റ്റോപ്പ്ഡ് ഹെർ ഫുഡ്. ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അസിസ്റ്റൻറ്റ്, ഓ ഐ ആം സോറി, ഹാവ് യു സീൻ എ വെറ്റ്? സോറി ഹാവ് യു സീൻ എ വെറ്റ്? നിങ്ങൾ ആരെയാണ്? വെറ്റ് മീൻസ് വെറ്റിനറി സർജൻ, മൃഗഡോക്ടറെയാണ് കാണിക്കേണ്ടത്. ഓൾഡ് ലേഡി, യു സീ ഷീ ഹാസ് ഹേർട്ട് ഹെർ പുവർ തിങ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് അപ്സെറ്റ് ഹെർ. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു ഡു. യു സീ, നോക്കൂ, ഷീ ഹാസ് ഹർട്ട് ഹെർ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂച്ചകളുടെ കാലില്ലേ അവിടെ, അതിനാണ് പോ എന്ന് പറയുന്നത്. പുവർ തിങ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് അപ്സെറ്റ് ഹെർ. അതിൻ്റെ പോ നോക്കൂ,
ഇത് കാണുമ്പോൾ തന്നെ അത് വല്ലാതെ അസ്വസ്ഥനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ദെൻ അസിസ്റ്റൻറ്റ് ട്രൈ പുട്ടിങ് ആൻറ്റിസെപ്റ്റിക് ഓൺ ദ പോ. എന്ത് ചെയ്യൂ? അപ്പോൾ ആൻറ്റിസെപ്റ്റിക് ട്രൈ ചെയ്യൂ. ഓൾഡ് ലേഡി കുഡ് യു ലെറ്റ് മീ ഹാവ് സം പ്ലീസ്. ഓൾഡ് ലേഡി അപ്പോൾ പറയാണ്, കുഡ് യു ലെറ്റ് മീ ഹാവ് സം പ്ലീസ്. എനിക്ക് കുറച്ച് ആൻറ്റിസെപ്റ്റിക് തരുമോ പ്ലീസ്. അസിസ്റ്റൻറ്റ് ട്രൈ ദ കെമിസ്റ്റ്സ്. മാഡം ദിസ് ഈസ് എ പോസ്റ്റ് ഓഫീസ്. അസിസ്റ്റൻറ്റ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഫുസി ഓൾഡ് ലേഡിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഇത് പോസ്റ്റ് ഓഫീസാണെന്ന് അല്ലേ. ദെൻ യു സി ഷി ഹാസ് ഓക്കെ. ദെൻ കുഡ് യു ലെറ്റ് മീ ഹാവ് സം പ്ലീസ്. ട്രൈ ദ കെമിസ്റ്റ്. മാഡം ദിസ് ഈസ് എ പോസ്റ്റ് ഓഫീസ്. ഓൾഡ് ലേഡി ഓ ഡിയർ ഐ മസ്റ്റ് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. Isn't this is the clinic for sick animals. Oh dear. Oh, okay. I must have made a mistake. I made a mistake. Isn't this clinic for sick animals. Oh, ഇത് sick animalസിനുള്ള ക്ലിനിക് അല്ലല്ലേ. Okay. Then assistant no. The animal clinic is at the end of the road. No. The animal clinic is at the end of the road. ഈ റോഡിൻ്റെ എൻഡിലാണ് animal clinic. Okay. Then old lady I am so sorry to have troubled you. Sorry. I am so sorry to have troubled you. I can't go away without buying something from your lovely post office. സോറി ഞാൻ ചെയ്ത എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ്. സോറി. ഐ കാൻ ഗോ അവേ വിത്തൗട്ട് ബൈ സംതിങ് ഫ്രം യുവർ ലവ്ലി പോസ്റ്റ് ഓഫീസ്. ഇനിയിപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്നൊന്നും വാങ്ങാതെ പോകാൻ എനിക്ക് കഴിയില്ല. സോ നൗ ലെറ്റ് മീ സീ. യെസ് ഐ നോ. ഐ വിൽ ബൈ എ 2 penny ഹാഫ് പെന്നി സ്റ്റാമ്പ്. എനിക്ക് എന്ത് തന്നാലും 2 penny ഹാഫ് പെന്നി സ്റ്റാമ്പ് തന്നോളൂ. ദർ ഇസ് സോ പ്രെറ്റി ആറിൻ്റ് ആൻഡ് ഇറ്റ് മേ ബി വെരി യൂസ്ഫുൾ ദിസ് ക്രിസ്മസ്. അതെനിക്ക് ഈ ക്രിസ്മസിൽ വളരെ അധികം യൂസ്ഫുൾ ആകും. ദെൻ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ജെൻറ്റിൽമാൻ ടു ദ ഓൾഡ് ലേഡി എക്സ്ക്യൂസ് മീ ലേഡി ബട്ട് ഐ നോ സംതിങ് അബൌട്ട് കാറ്റ്സ്. ഓക്കെ എക്സ്ക്യൂസ് മീ ഐ നോ സംതിങ് അബൌട്ട് കാറ്റ്സ്. പൂച്ചകളെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം. പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. ചിലപ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ദേ സ്റ്റാൻഡ് ടോക്കിംഗ്. അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. എൻ്റെ ഫാമർ മിസ്സിസ് ഹിഗിൻസ് ആൻഡ് ബേർട്ടി. ഇനി പ്രവേശിക്കുന്നത് ആരൊക്കെയാണ്? എൻ്റെ ഫാമർ മിസ്സിസ് ഹിഗിൻസ് ആൻഡ് ബേർട്ടി. ഫാമർ ഗുഡ് മോർണിംഗ് മിസ്. ഹൗ മച്ച് പ്ലീസ്. ഹി പുട്ട്സ് എ പാർസൽ ഓൺ ദ സ്കെയിൽസ്. അപ്പോൾ നമ്മളെ ഫാർമർ പ്രവേശിക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, ഹൗ മച്ച് പ്ലീസ് ഇത് എത്ര ഉണ്ടെന്നൊന്ന് തൂക്കി നോക്കൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പാഴ്സൽ കൊടുക്കുന്നു. ദെൻ അസിസ്റ്റൻറ്റ് 1 and 9 pence പ്ലീസ്. ഫാമർ ലോഫിംഗ് ഹാവ് യു ഹാഡ് എനി ബോംബ്സ് ഇൻ ദ പോസ്റ്റ് യെറ്റ്. നിങ്ങളിതുവരെ കേട്ടിട്ടില്ലേ പോസ്റ്റ് ഓഫീസിൽ ബോംബ് എന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. അസിസ്റ്റൻറ്റ് ബോംബോ. ഫാമർ യെസ് ലുക്ക് അറ്റ് ദ പേപ്പർ ദിസ് മോർണിംഗ് ഹി റീഡ്സ്. ഇന്നത്തെ പേപ്പർ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അയാൾ വായിക്കുകയാണ്. ബോംബ് ഫൗണ്ട് ഇൻ പോസ്റ്റ് ഓഫീസ്. എവിടെയാണ് ബോംബ് കണ്ടത്? പോസ്റ്റ് ഓഫീസിൽ. സ്കോട്ട്ലാൻഡ് യാർഡ് ഹാസ് ഇഷ്യൂഡ് എ വാർണിംഗ് ദാറ്റ് എ ടൈം ബോംബ് ഡിസ്ഗൈസ്ഡ് as a Christmas parcel was discovered in London post office. Scotland Yard issued a warning that a time bomb എന്ത് ചെയ്തു? ഡിസ്ഗൈസ്ഡ് ആസ് എ ക്രിസ്മസ് പാർസൽ വാസ് ഡിസ്കവേർഡ് ഇൻ ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. കണ്ടെത്തിയത് ലണ്ടൻ പോസ്റ്റ് ഓഫീസിലാണ്. എനി സസ്പീഷ്യസ് ലുക്കിംഗ് പാർസൽ ഷുഡ് ബി റിപ്പോർട്ടഡ് അറ്റ് വൺസ് ടു ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ന്യൂസ്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ സംശയം തോന്നുന്ന പാർസൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ. ദെൻ അസിസ്റ്റൻറ്റ് ബട്ട് ഹൗ ക്യാൻ യു ടെൽ ഇറ്റ് ഈസ് എ ടൈം ബോംബ്. പക്ഷേ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും അത് ടൈം ബോംബാണ് എന്ന്? ഫാമർ ദേ യൂഷ്വലി ബിഗിൻ ടു ടിക്ക് ജസ്റ്റ് ബിഫോർ ദേ ഗോ ഓഫ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും ഈ പാഴ്സലിൽ ടൈം ബോംബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക എന്ന് അസിസ്റ്റൻറ്റ് ചോദിക്കുമ്പോൾ ഫാർമർ പറയാണ് ദേ യൂഷ്വലി ബിഗിൻ ടു ടിക്ക് ജസ്റ്റ് ബിഫോർ ദേ ഗോ ഓഫ്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് എന്ത് വരും? ടിക് ടിക് എന്നുള്ള സൗണ്ട് വരും എന്ന് ആര് പറയുന്നു? നമ്മുടെ ഫാർമർ പറയുന്നു. സോ ഇഫ് എനി
ഓഫ് യുവർ പാർസൽ സ്റ്റാർട്ട് മേക്കിംഗ് ഫണ്ണി നോയ്സസ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സൗണ്ട് ഇവിടെ വന്നിട്ടുള്ള പാഴ്സലിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ യു വിൽ നോ വാട്ട് ടു ഡു. അപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്താണ് ചെയ്യേണ്ടതെന്ന്. ദെൻ മിസ്സിസ് ജോൺസ്, മിസ്റ്റർ ബ്രൗൺ, ഈസിൻറ്റ് ഇറ്റ് ഫ്രം ദ ഫാം? ഫാമർ, ഓ മിസ്സിസ് ജോൺസ്, ഐ ഡിഡൻറ്റ് റെക്കഗ്നൈസ് യു. അപ്പോൾ നമ്മുടെ ഫാർമറിനെ ആർക്കറിയാം? മിസ്സിസ് ജോൺ അറിയാം. അവൾ വിളിക്കുകയാണ് മിസ്റ്റർ ബ്രൗൺ. ഫാമർ, ഓ മിസ്സിസ് ജോൺസ്, ഐ ഡിഡൻറ്റ് റെക്കഗ്നൈസ് യു. ഇത് നിങ്ങളായിരുന്നു, എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആൻഡ് ഫാമർ ബ്രൗൺ ടോക്ക് ടു മിസ്സിസ് ജോൺസ് ആൻഡ് മിസ്സിസ് സ്മിത്ത്. ബർട്ടി, ആൻ അൺടൈഡി ലിറ്റിൽ അർച്ചിൻ, stares at Farmer Brown and his mother. A large loud woman goes to the counter. നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഒരു ലാർജ് ലൗഡ് വുമൺ. അതാണ് ആര്? നമ്മുടെ ഓക്കെ. അതുപോലെ ബേർട്ടിയും ആണ് നെക്സ്റ്റ് കഥാപാത്രം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടേക്ക് നെക്സ്റ്റ് പേജ് 138 അല്ലേ? 39. ആരാണ്? മിസ്സിസ് ഹിഗിൻസ്. മിസ്സിസ് ഹിഗിൻസും അവരുടെ മകനും ബെറ്റി. മിസ്സിസ് ഹിഗിൻസ്, കം ഓൺ ബെറ്റി, സ്റ്റോപ്പ് സ്റ്റാർട്ടിങ്, ഇറ്റ്സ് റൂഡ്. കം ഓൺ ബെറ്റി. അതായത് നമ്മൾ മിസ്സിസ് ഹിഗിൻസും ആദ്യം അവളുടെ മകനും എന്ത് ചെയ്യാണ്, ഇവിടെ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ തുറിച്ച് നോക്കുകയാണ് ആരെ? ഫാർമർ ബ്രൗണിനെ തുറിച്ച് നോക്കുകയാണ്. ഇത് കണ്ടിട്ട് അമ്മ വിളിക്കുകയാണ്, മിസ്സിസ് ഹിഗിൻസ്, കം ഓൺ ബെറ്റി, കം ഓൺ, സ്റ്റോപ്പ് സ്റ്റെയറിങ്. തുറിച്ച് നോക്കരുത്, ഇറ്റ്സ് റൂഡ്, അത് നോട്ട് ഗുഡ്, ഇറ്റ്സ് ബാഡ്, സ്റ്റോപ്പ് സ്റ്റെയറിങ്. ബെറ്റി, ഓക്കെ അമ്മ. മിസ്സിസ് ഹിഗിൻസ്, ആൻഡ് ഡോണ്ട് കോൾ മീ അമ്മ. അപ്പോൾ മിസ്സിസ് ഹിഗിൻസ് പറയാണ്, ഡോണ്ട് കോൾ മീ മാ, എന്നെ എന്ത് വിളിക്കരുത് എന്ന്, മാ എന്ന് വിളിക്കരുത്. ബെറ്റി, റൈറ്റ് യു ആർ മാ, ഐ മീൻ മാം, റൈറ്റ് യു ആർ മാ. അപ്പോൾ വീണ്ടും അവൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഓക്കെ റൈറ്റ് മാ, ഐ മീൻ മാം. മിസ്സിസ് ഹിഗിൻസ്, ഐ വാണ്ട് എ ബുക്ക് ഓഫ് സ്റ്റാമ്പ് ആൻഡ് എ മണി ഓർഡർ ഫോർ 2 pounds 11 shillings and 5 pence. അപ്പോൾ എനിക്കിതൊക്കെ വേണം. എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്, മണി ഓർഡർ ഫോർ 2 pounds and 11 shillings and 5 pence. Then assistant, here is the book of stamp madam. ഇതാ നിങ്ങൾക്കുള്ള ബുക്ക് ഓഫ് സ്റ്റാമ്പ്. ആൻഡ് വുഡ് യു പ്ലീസ് ഫിൽ ഇൻ ദിസ് ഫോം ഫോർ ദ മണി ഓർഡർ. ഈ മണി ഓർഡർ അയക്കാൻ ഈ ഫോം ഫിൽ ചെയ്യൂ. ആൻഡ് മിസ്സിസ് ഹിഗിൻസ് ആസ് ഷീ ഫിൽസ് ഇൻ ദ ഫോം. വൈപ്പ് യുവർ നോസ് ബേർട്ടി. എന്നിട്ട് മകനോട് ഫില്ല് ചെയ്യുന്നതിനിടയ്ക്ക് മകനോട് പറയാണ്, വൈപ്പ് യുവർ നോസ് ബേർട്ടി, മൂക്ക് തുടക്കൂ. ബെറ്റി, മാ, ഐ വാണ്ട്സ് എ മെഷീൻ. അപ്പോൾ അവിടെ മെഷീൻ എന്നുള്ളതിൽ എം ഇല്ല, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഫുൾ ലെറ്റേഴ്സും പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ പറയാണ്, മാ, ഐ വാണ്ട്സ് എ മെഷീൻ. മിസ്സിസ് ഹിഗിൻസ്, ബി ക്വയറ്റ് ബെർട്ടി, ദേ ഡോണ്ട് സെൽ എം ഹിയർ. ഹിയർ ഈസ് എ പോസ്റ്റ് ഓഫീസ്. ദിസ് ഈസ് ഓക്കെ. ഇതെന്തല്ല, ഇത് മെഷീൻ എന്ന് വിൽക്കുന്ന കടയല്ല. ദിസ് എ പോസ്റ്റ് ഓഫീസ്. ഇതെന്താണിത്? പോസ്റ്റ് ഓഫീസാണ്. ഓക്കെ. ബട്ട് ഐ നോ മാ, ബട്ട് ദേ സെൽ എൻജിൻസ് നെക്സ്റ്റ് ഡോർ. ഐ സീ ദം. ദെൻ ഐ നോ, എനിക്കറിയാം മാ, ഇത് പോസ്റ്റ് ഓഫീസാണെന്ന് എനിക്കറിയാം. ബട്ട് ദേ സെൽ എൻജിൻസ് നെക്സ്റ്റ് ഡോർ. അടുത്ത ഡോറിൻ്റെ അവിടെ എന്ത് വിൽക്കുന്നുണ്ട്? എൻജിൻസ് വിൽക്കുന്നുണ്ട്. ഐ സീ ദം, ഐ സോ ദം എന്നാണ്. ഐ സോ ദം, ഞാനത് കണ്ടു. ദെൻ മിസ്സിസ് ഹിഗിൻസ്, വാട്ട് ഷോക്കിംഗ് ലാംഗ്വേജ് ബേർട്ടി, ഡോണ്ട് ദേ ടീച്ച് യു നോ ഹൗ ടു ടോക്ക് അറ്റ് സ്കൂൾ. വാട്ട് ഷോക്കിംഗ് ലാംഗ്വേജ്, എന്ത് ഭാഷയാണ് നീ സംസാരിക്കുന്നത്? ബേർട്ടി, ഡോണ്ട് ദേ ടീച്ച് യു, നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഹൗ ടു ടോക്ക് അറ്റ് സ്കൂളിൽ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ എങ്ങനെ സംസാരിക്കണമെന്ന്? നിന്നെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ലേ? നൗ ജസ്റ്റ് യു സേ ഇറ്റ് പ്രോപ്പർലി, നീ ശരിക്ക് കറക്റ്റായിട്ട് പറ. എന്താണ് പറയുന്നത്? കറക്റ്റായിട്ട് പറയാം. ഐ സീ ദം ഇൻഡീഡ്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്? ഐ സോഡ് മാം. Then Mrs. Higgins, that's better, Bertie.
ദാറ്റ്സ് ബെറ്റർ. ഓക്കെ. ഷീ ഗീവ്സ് ദ ഫോം ടു ദി അസിസ്റ്റൻറ്റ്. എന്ത് ചെയ്യുന്നു? അസിസ്റ്റൻറ്റിന് ആ ഫോം കൊടുക്കുന്നു. ആൻ അസിസ്റ്റൻറ്റ്, താങ്ക് യു മാഡം. മിസ്സിസ് ഹിഗിൻസ്, സ്റ്റോപ്പ് ഫിഡിങ് വിത്ത് ദോസ് സ്കെയിൽസ് ബേട്ടി. ആ സ്കെയിലിട്ട് കളിക്കല്ല ബേട്ടി. ടു അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റോട്. ഓ, ഹീസ് എ നോട്ടി ലാഡ്, ഹീസ് എ നോട്ടി ബോയ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ഹിം. അവനൊരു വികൃതി പയ്യനാണ്, എനിക്ക് അവനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അസിസ്റ്റൻറ്റ്, വിൽ ദാറ്റ് ബി ഓൾ മാഡം? എല്ലാം ശരിയായിക്കോളും. മിസ്സിസ് ഹിഗിൻസ്, ഐ തിങ്ക് സോ. പുട്ട് യുവർ ക്യാപ്പ് ഓൺ സ്ട്രൈറ്റ് ആൻഡ് പുൾ യുവർ സോക്സ് അപ്പ് ബെട്ടി. എന്നിട്ട് വീണ്ടും ബെട്ടിയോട് പറയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ബട്ട് പുട്ട് യുവർ ക്യാപ്പ് ഓൺ സ്ട്രൈറ്റ്. എന്നിട്ട് തൊപ്പി ഒന്ന് നേരെ വെക്ക്. ആൻഡ് പുൾ യുവർ സോക്സ് അപ്പ്. സോക്സ് എന്ത് ചെയ്യൂ? വലിച്ച് കയറ്റിയിട്ട് ബെട്ടി. ദെൻ ബെട്ടി, ക്യാൻ ഐ ഹാവ് എ ഐസ്ക്രീം മാം? എനിക്ക് എന്ത് വേണോ? ഐസ്ക്രീം വാങ്ങിത്തരൂ. മിസ്സിസ് ഹിഗിൻസ്, വെൽ, വാട്ട് നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു നോ. ഐസ്ക്രീം ഈസ് in this weather. I had never heard of such a thing. All right then, if you are a good boy. Then, what's next I would like to know. അതിന് നിനക്കിനി എന്താണ് അടുത്തത് പറയാമെന്ന് എനിക്കറിയാം. ഐസ്ക്രീം ഇൻ ദിസ് വെദർ. ഈ കാലാവസ്ഥയിൽ ഐസ്ക്രീം. ഐ ഹാവ് നെവർ ഹിയർഡ് ഓഫ് സച്ച് എ തിങ്സ്. ഞാൻ ഇങ്ങനെ കുറിച്ച് അതുവരെ ഇങ്ങനെ ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. ആൾ റൈറ്റ് ദെൻ, ഇഫ് യു ആർ എ ഗുഡ് ബോയ്. നീ ഒരു ഗുഡ് ബോയ് ആണെങ്കിൽ. അസിസ്റ്റൻറ്റ്, ഈസ് ദർ എനിത്തിങ് എൽസ് മാഡം? വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ദാറ്റ് ക്യാൻ ഐ ഡു ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണോ? മിസ്സിസ് ഹിഗിൻസ്, ദർ വാസ് സംതിങ് എൽസ് ഐ വാണ്ടഡ്. ക്യാൻ യു തിങ്ക് വാട്ട് ഇറ്റ് വാസ് ബേട്ടി? അങ്ങനെ പറയാണ്, എന്തോ ഒന്നും കൂടെ എനിക്ക് ആവശ്യമുണ്ട്. ക്യാൻ യു തിങ്ക് വാട്ട് ഇറ്റ് വാസ് ബേട്ടി? അതെന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് പറയാമോ? ബേട്ടി, എ എൻജിൻ മാം. മിസ്സിസ് ഹിഗിൻസ്, of course it was not. Don't be silly, Bertie. Bertie, ice cream, mom. Mrs. Higgins, I know. I want to draw some money from my national savings. അതും എനിക്കറിയാം. അപ്പോൾ അത് രണ്ടും അല്ല, മെഷീനും അല്ല ഐസ്ക്രീമും അല്ല. എന്താണ്? ഓർമ്മയിൽ വന്നു. ഐ വുഡ് ഡ്രോ സം മണി ഫ്രം മൈ നാഷണൽ സേവിങ്സ്. എൻ്റെ നാഷണൽ സേവിങ്സിൽ നിന്ന് കുറച്ച് പണം പിൻവലിക്കണം. ബെട്ടി, ടു ബൈ മീ എ എൻജിൻ വിത്ത്. എനിക്ക് അതുകൊണ്ട് മെഷീൻ വാങ്ങാനാണോ? എൻജിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണോ? Then Mrs. Higgins, you mind your own business, Bertie Higgins. Then assistant, may I have your book? Please fill in this form. നിങ്ങൾ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? Please fill in this form. And the foreign tourist enters. He is a dark and sinister, dressed in black and speaks up with an accent. Okay. Then I am going to conclude here. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതുക. അതിൻ്റെ ഇടയിൽ ഒരു സോറി, ഞാനിവിടെ എൻജിൻ എന്നുള്ളത് മെഷീൻ എന്ന് വായിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, അത് നിങ്ങൾ തിരുത്തി വായിക്കണം കേട്ടോ. എൻജിനാണ്, മെഷീനല്ല. ഓക്കെ, എൻജിൻ എന്നുള്ളത് ഞാൻ മെഷീൻ എന്ന് വായിച്ചോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. സോ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻജിനാണ്, എന്തെല്ലാം മെഷീനല്ല. ഓക്കെ. Okay, thank you. Assalamu alaikum.